പാവർട്ടിക്ക് ഒന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങാനുണ്ട്. അതുപോലെ നമുക്ക് മെറ്റീരിയൽ ഒന്ന് നോക്കാണ്ട്. ഇവിടെ അടുത്തുള്ളൊരു ചേച്ചിക്ക് മെറ്റീരിയൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പോകാൻ നോക്കാം. നമ്മൾ പാവർട്ടിക്കാണ് പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാം. അങ്ങനെ ഇപ്പോൾ ഇതാ പോകാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ഒരു ബാറ്ററി സ്കൂട്ടർ ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മുടെ കറക്കം മൊത്തമുള്ളത്. അങ്ങനെ ഇപ്പോൾ എത്തിയിട്ടുള്ളത് പാവർട്ടിയിലുള്ള ഗാർഡൻ സൂപ്പർ മാർക്കറ്റിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ പാസ്റ്റയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അകപാടൊന്ന് കറങ്ങി നടന്നപ്പോൾ നമ്മൾ അവിടെ ഒരു മറ്റേ സൂപ്പിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ കണ്ടു. ഒരു മിക്സാണ്, വെജിറ്റബിൾ, മഷ്റൂം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വെജിറ്റബിൾ സെക്ഷനിൽ നിന്ന് നമ്മളൊരു ക്യാപ്സിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഐസ്ക്രീം കണ്ടപ്പോൾ അതും കൂടി എടുത്ത് ബില്ല് ചെയ്ത് നമ്മൾ നേരെ പോണത് മെറ്റീരിയൽ നോക്കാനാണ്. നൈബറിന് വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽ എടുക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ പാർട്ടിയിലുള്ള സെയിൻറ്റ് ജോസഫിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ ധാവണിയുടെ ഒക്കെ മെറ്റീരിയൽ കണ്ടപ്പോൾ ചുമ്മാ നോക്കുകയാണ്. ഒരു ഓറഞ്ച് ഷെയ്ഡ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും വന്നിട്ടുണ്ടായിരുന്നത് ഒരു പർപ്പിൾ സ്കേർട്ടിന് ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വൈറ്റ് കളർ എടുത്തിട്ട് നമ്മളിപ്പോൾ ഇതാ നേരെ വീട്ടിൽ പോകാൻ നോക്കുകയാണ്. വീട്ടിൽ പോയിട്ട് നമ്മളിതാ നേരെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. നല്ല വെയിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയായിട്ട് നമുക്കിനി ബാങ്കിൽ പോകണം. അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ബാങ്കിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അവിടെ കുറച്ച് ATM വേണ്ടിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ചോലൂർപ്പടിയിലുള്ള ബാങ്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷേക്ക് കുടിക്കാൻ വന്നേക്കാണ്. അപ്പോൾ ചേച്ചി നമുക്ക് ഷേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നന്ദു വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്ദുവിന് ചേച്ചി പപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ നന്ദു പാഷൻ ഫ്രൂട്ട് ജ്യൂസൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഷേക്ക് കുടിച്ചുകൊണ്ട് പിന്നെ അത് കുടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഇതാ നേരെ കിച്ചണിൽ വന്നിരിക്കുകയാണ്. നമുക്കിനി പാസ്ത ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. പാസ്ത ആഡ് ചെയ്തിട്ട് അതിന് കുറച്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് നന്നായി തിളച്ചതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉപ്പ് കൂടി നിൽക്കുന്ന രീതിക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഉപ്പ് ബാലൻസ് ആവുള്ളൂ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലും അതുപോലെ തന്നെ പാസ്തയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പാസ്ത കുക്കാക്കുമ്പോൾ ഓവറാവാണ്ട് നോക്കുക. അപ്പോൾ മൊത്തത്തിലൊക്കെ വളമായിട്ട് പോകും. അപ്പോൾ ഒരു സ്റ്റേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ ആണെങ്കിൽ അത് നമ്മളപ്പം തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ബോൺലെസ് പീസ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഓവറായിട്ട് മസാല ഒന്നും ആഡ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്നില്ല. ലൈറ്റായിട്ട് മാഗ്നേറ്റ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇത്ര മാത്രം മസാലയായിട്ട് നമ്മൾ ചേർക്കുന്നുള്ളൂ ചിക്കനിക്ക്. ഇനി നമുക്ക് സ്റ്റവ് എത്തിച്ചിട്ട് നമുക്കൊരു സോസ് പാൻ വെക്കാം. അതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ബട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ബട്ടറിൽ മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ അധികം ടൈമൊന്നും എടുക്കില്ല കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് ഈ സെയിം സോസ് പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഗാർലിക്കും അതുപോലെ തന്നെ ഒനിയനും ക്യാപ്സിക്കും ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഓവറായിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺ അതുപോലെ തന്നെ മഷ്റൂം, ക്യാരറ്റ് അങ്ങനെ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വെജീസൊക്കെ ഒന്ന് കുക്ക് ചെയ്തപ്പോൾ നമ്മളതൊക്കെ മാറ്റിയിട്ടുണ്ട്. പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനും വെജീസൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് വൈറ്റ് സോസാണ്. അപ്പോൾ ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെയിം പാനിൽ തന്നെ കുറച്ച് കൂടുതൽ ബട്ടർ ആഡ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യുക. ബട്ടർ കുറച്ച് കുറവായിട്ട് തോന്നിയപ്പോൾ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം.
മൈദയുടെ ആ ഒരു പച്ചച്ചോയ ഒന്ന് മാറിയിട്ട് ഒന്ന് കുക്കായിട്ട് വരണം. ഒരു പേൽ ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദ കട്ട പിടിക്കേണ്ടതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിസ്കില്ലേ അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മിക്സ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് മറ്റേ സ്ലൈസ്ഡ് ചീസാണ്. നിങ്ങൾക്ക് മസാല ചീസൊക്കെ എടുക്കാം, പക്ഷേ ഇതാണെങ്കിലും ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സ്ലൈസ് ഇട്ട് അത് മെൽറ്റായപ്പോഴേക്കും നമ്മൾ അടുത്ത ചീസ് സ്ലൈസും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ചീസ് ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ക്രീമി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ പാസ്ത വേവിക്കുന്ന ടൈമിലാണ് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിൽ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ മറ്റേ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ബാക്കി ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതേക്ക് മറ്റേ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റേ വെജീസില്ലേ അതും അതുപോലെ തന്നെ ചിക്കനും ഫ്രൈ ചെയ്തത് ആഡ് ചെയ്യണം. അപ്പോൾ വെജീസ് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയാണ്. പാസ്ത വൈറ്റ് സോസായിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ സ്പാച്ചുല എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാസ്ത കട്ടായി പോകാണ്ട് കിട്ടും. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്പൈറൽ പാസ്തയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രീമി ലെവലിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് മുകളിൽ കുറച്ച് ഒരു ചീസ് സ്ലൈസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ചീസൊക്കെ ഇതെങ്ങനെ മെൽറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഇത് ചൂടിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉണ്ടാക്കിയ പാടെ തന്നെ നമ്മൾ പ്ലേറ്റൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫൈനലി അപ്പോൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഈവനിങ് വരെയുള്ള ദിവസം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാസ്തയുടെ റെസിപ്പി ട്രൈ ആക്കാൻ ആഗ്രഹമുള്ളവരും ട്രൈ ആക്കുക.